ഇന്ന് നമ്മൾ ചെയ്യുന്നത് റെസിൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ്. എൻ്റെ ഫ്രണ്ട് അച്ചുവിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ആൾക്ക് ഹസ്ബൻഡിന് ഗിഫ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ റെസിൻ്റെ ഫ്രെയിം ചെയ്ത് കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്ന റെസിന് 2:1 ആണ്, എപ്പോക്സി റെസിനാണ്. ആദ്യം നമുക്ക് റെസിനൊന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ റെസിനും ഹാർഡനറും അങ്ങനെ 2 ബോട്ടിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് രണ്ടും കൂടെ നമുക്ക് ഈ കപ്പിലേക്ക് എടുക്കേണ്ടതാണ്. അതിൽ ഹാർഡനർ നമ്മൾ എത്ര എടുക്കുന്നോ അതിൻ്റെ 2 ഇരട്ടി വേണം റെസിൻ എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ആദ്യം ഹാർഡനറാണ് ഒഴിച്ച് കാണിക്കുന്നത്. അതൊരു 30 grams ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ആ സെയിം കപ്പിലേക്ക് നമ്മൾ റെസിനും കൂടെ ആഡ് ചെയ്യുവാണ്. നമ്മൾ ഹാർഡനർ എത്ര എടുത്തോ അതിൻ്റെ 2 ഇരട്ടി വേണം റെസിൻ എടുക്കാനായിട്ട്. അപ്പോൾ 30 ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്, അപ്പോൾ ഇത് 60 ആണ് എടുക്കുന്നത്. നമ്മൾ എത്ര ഹാർഡനർ എടുക്കുന്നു അതേ × 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര വരും അതാണ് നമ്മുടെ റെസിൻ്റെ കണക്ക്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതേപോലെ നടുക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ ചുറ്റി വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. വളരെ സ്ലോ ആയിട്ട് തന്നെ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. ഒത്തിരി ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്താൽ ബബിൾസ് വരും. അപ്പോൾ അത് ഒന്ന് കെയർഫുള്ളായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം പതുക്കെ ചെയ്യാമോ അത്രയും പതുക്കെ ചെയ്യണം കേട്ടോ. ഇത് ഞാൻ സ്പീഡിലല്ല കേട്ടോ മിക്സ് ചെയ്യുന്നത്, അത് ഞാൻ ഫാസ്റ്റ് ചെയ്തേക്കുന്നതാണ് വീഡിയോ. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പം ഇതൊരു കലങ്ങിയ കളറിലായിരിക്കും. അത് നമുക്ക് ക്ലിയർ ആയിട്ട് എപ്പോൾ വരുന്നോ അതാണ് അതിൻ്റെ കണക്ക്. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്യണം. പതുക്കെ തന്നെ മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 3 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നല്ലൊരു ക്ലിയർ റെസിൻ ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു 2 കപ്പിലേക്ക് മാറ്റുവാണ്. എനിക്ക് 2 കളർ മിക്സ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പിലേക്ക് മാറ്റുന്നത്. ഇനി ഈ കപ്പിലേക്ക് വൈറ്റ് പിഗ്മെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റെസിൻ യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റ് തന്നെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പേര് ഫ്ലേക്ക് വൈറ്റ് ഒപ്പേക്ക് പിഗ്മെൻറ്റ്, അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി സെക്കൻഡ് ഗ്ലാസ്സിലേക്ക് ഞാൻ അക്വാ ബ്ലൂ പിഗ്മെൻ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. വൈറ്റാണ് കേട്ടോ കൂടുതൽ എടുത്തേക്കുന്നത്. ഇത് കുറച്ച് മാത്രമേ നമ്മൾ അക്വാ ബ്ലൂ എടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ 8 ഇഞ്ചിൻ്റെ സിലിക്കൺ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഡസ്റ്റൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടേപ്പോ വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ടൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ അതിൽ ഡസ്റ്റൊക്കെ പോകുന്നതായിരിക്കും. ഈ ഗ്രൂവിൻ്റെ ഭാഗത്തും നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബബിൾ റിമൂവർ സ്പ്രേ ഈ മോൾഡിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെസിൻ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബബിൾസ് പോപ്പ് ചെയ്ത് പോകാനാണ് ഈ റിമൂവർ സ്പ്രേ നമ്മൾ സ്പ്രേ ചെയ്തത്. ഇനി ഞാൻ ഈ ഒരു പോർഷനിൽ ബ്ലൂ കളറുള്ള റെസിൻ ഒഴിക്കുകയാണ്, ബാക്കി പോർഷനിൽ വൈറ്റുമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മളിത് സ്ലോ ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും പറ്റുന്ന പോലെ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്തും കൂടെ കൊടുക്കണം. ഇനി ഞാൻ അതിൽ ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ കൂടെ ചെയ്യുന്നുണ്ട്. വീണ്ടും നമുക്ക് ബബിൾ റിമൂവർ സ്പ്രേ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 24 hours കഴിഞ്ഞപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 ടൈപ്പ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് PVC ഷീറ്റിലാണ് ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്തേക്കുന്നത്, ക്യാൻവയിൽ എഡിറ്റ് ചെയ്തിട്ട്. പിന്നെ ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്തേക്കുന്നത് സ്റ്റിക്കർ പ്രിൻ്റുമാണ്. അപ്പം ഇത് രണ്ടും ഞാൻ A3 സൈസിലാണ് കേട്ടോ എടുത്തേക്കുന്ന പ്രിൻ്റ്. ക്യാൻവയിൽ എഡിറ്റ് ചെയ്ത ശേഷം ഫോട്ടോസ് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 12 സെൻറ്റിമീറ്ററിൽ വരുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ. അതുപോലെ സ്റ്റിക്കറിൽ ചെയ്താണ് പേരൊക്കെ. അപ്പോൾ അതും ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാം.
ഇനി അതിലെ സ്റ്റിക്കർ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രെയിമിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബബിൾ പോപ്പർ സ്പ്രേ ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫോട്ടോ ഒന്ന് ഇതുപോലെ പ്ലേസ് ചെയ്തു. ഇനി ക്ലിയർ റെസിൻ എടുത്തിട്ടുണ്ട്. ഇത് 30 ഹാർഡ്നറും 60 റെസിനുമാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് എഡ്ജിലേക്കെല്ലാം പോകുന്ന പോലെ ഒന്ന് സ്പ്രെഡും കൂടി ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഈ പോർഷനിലൊക്കെ കുറച്ച് ഗോൾഡ് ഫ്ലേക്സും ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. hours കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫൈനൽ കോട്ടിംഗ് കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് 20 ഹാർഡ്നറും 40 റെസിനുമാണ്. അതും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. വീണ്ടും 24 hours കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്യാം.